ഇപ്പോൾ ADGP MR അജിത് കുമാർ എന്നുള്ള പേര് പറയുമ്പോൾ തന്നെ നമ്മൾ കേട്ടുവരുന്ന കുറേ വിവാദങ്ങളുണ്ട്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട കേസുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ PV അൻവർ ആദ്യം പുറത്തു കൊണ്ടുവന്ന ഒരു സംഭവം, സ്വത്ത് സമ്പാദന കേസ്, അതുപോലെ തന്നെ മരം മുറിച്ച് കടത്തിയ കേസ്, അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ ആലപ്പുഴയിൽ ഉണ്ടായ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ആ കേസ് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള വിവാദം അടക്കം അദ്ദേഹത്തിനെതിരെ വലിയ വലിയ വിവാദങ്ങളുണ്ട്. പക്ഷെ സർക്കാർ അദ്ദേഹത്തെ സംരക്ഷിക്കുകയായിരുന്നു. ഇപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകാം എന്നുള്ള പ്രതീക്ഷയിലാണ് എനിക്ക് തോന്നുന്നു PV അൻവർ വീണ്ടും വിവാദവുമായി മുന്നോട്ട് വരുന്നത്. അതായത് നമ്മുടെ ഈ പൂരം കലക്കലുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കേസിന് ശേഷം മുഖ്യമന്ത്രിയുമായി വേദി പങ്കിട്ടിരുന്നു ഈ അജിത് കുമാർ. അപ്പോൾ അതിനു മുമ്പ് വരെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായിട്ട് ക്ലോസ് ആയിരുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആത്മബന്ധം പുലർത്തിയിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അതായത് മുഖ്യമന്ത്രിയുടെ ഒരു ലെഫ്റ്റനന്റ് വേണമെങ്കിൽ പറയാം, DGPയേക്കാൾ ഏറ്റവും കൂടുതൽ ആത്മബന്ധം ഇദ്ദേഹത്തിനാണെന്ന് പലരും പറയാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പൂരങ്കലക്കലുമായി ബന്ധപ്പെട്ട് ആ സർക്കാരിന് ഒരു കളങ്കമുണ്ടായപ്പോൾ ഇദ്ദേഹത്തെ ഒരു പരമാവധി ഒഴിവാക്കി നിർത്തിയിരുന്നു. അത് മറ്റൊരു സംഭവത്തിന് ശേഷം ഇതെല്ലാം ജനങ്ങൾ മറന്നു കഴിഞ്ഞു. അപ്പോൾ പതുക്കെ അവരുമായിട്ടുള്ള ഒരു ആ ബന്ധം തിരിച്ചാ കണക്ഷൻ കിട്ടി. അതുകൊണ്ടാണ് ഇതിനെതിരെ ഈ ഒരു പൂരങ്കലക്കലുമായിട്ട് ബന്ധപ്പെട്ട ഒരു അന്വേഷണം വന്നിട്ട് അദ്ദേഹത്തിന് അതൊരു നടപടി ഉണ്ടാകാതെ പോയത്. അവധിയെടുത്ത് മാറിപ്പോവാൻ പറഞ്ഞിട്ടും അദ്ദേഹം സർവീസിൽ തന്നെ ഉണ്ടായിരുന്നു. ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല, ഗൗനിച്ചിട്ടില്ല.